തളിപ്പറമ്പിൽ ടി.കെ. ഗോവിന്ദനെ മത്സരിപ്പിച്ചാൽ അംഗീകരിക്കില്ലെന്ന് കാട്ടി യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതൃത്വം കെ.സി. വേണുഗോപാലിന് കത്ത് നൽകി. തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ കടുത്ത തീരുമാനമെടുക്കുമെന്നും മുന്നറിയിപ്പും നൽകിയാണ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ കത്ത് നൽകിയത്. ഇത്രയും കാലം അക്രമത്തിന് നേതൃത്വം നൽകിയ ആൾക്ക് വോട്ട് ചെയ്യാൻ യഥാർത്ഥ കോൺഗ്രസുകാർ തയ്യാറാവില്ലെന്നും കത്തിൽ പറയുന്നു. തളിപ്പറമ്പിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ച CPM മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി.കെ. ഗോവിന്ദനെതിരെ കടുത്ത വിയോജിപ്പ് തുടരുകയാണ് യൂത്ത് കോൺഗ്രസ്. തളിപ്പറമ്പ്, മയ്യിൽ, മലപ്പട്ടം, ശ്രീകണ്ഠാപുരം പ്രദേശങ്ങളിൽ അക്രമപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതിൽ ടി.കെ. ഗോവിന്ദനും ഉണ്ടെന്ന് AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിന് അയച്ച കത്തിൽ വിജിൽ മോഹനൻ പറഞ്ഞു. CPMലെ ചക്കളത്തിപ്പോരിന്റെ ഫലമായി സമീപകാലത്ത് പാർട്ടി വിട്ട ടി.കെ. ഗോവിന്ദനെ UDF പിന്തുണയോടെ മത്സരിപ്പിക്കരുത്. ഇദ്ദേഹത്തിന് വോട്ട് നൽകാൻ യഥാർത്ഥ കോൺഗ്രസുകാരായ ആളുകൾക്ക് സാധിക്കില്ല. ഈ തീരുമാനത്തിൽ നിന്നും UDF നേതൃത്വം പിന്മാറണം. സീറ്റ് UDFന് ലഭിക്കുകയാണെങ്കിൽ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ യൂത്ത് കോൺഗ്രസ് മുന്നിട്ടിറങ്ങുമെന്നും കത്തിൽ പറയുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ തളിപ്പറമ്പ് മണ്ഡലം UDFന് എളുപ്പം ജയിച്ചു കയറാൻ കഴിയുന്ന മണ്ഡലമാണ്. പിന്തുണ ടി.കെ. ഗോവിന്ദന് നൽകിയാൽ ആ മണ്ഡലം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നും കത്തിൽ പറയുന്നു. UDF ആത്മഹത്യാപരമായ തീരുമാനത്തിൽ നിന്നും പിന്മാറാൻ നേതൃത്വത്തോട് ആവശ്യപ്പെടണമെന്നും അല്ലാത്തപക്ഷം കോൺഗ്രസ് സ്വീകാരം മാനിച്ച് യൂത്ത് കോൺഗ്രസ് കടുത്ത തീരുമാനമെടുക്കാൻ നിർബന്ധിതമാകുമെന്നും കത്തിൽ പറയുന്നുണ്ട്. നേരത്തെയും തളിപ്പറമ്പിലും പയ്യന്നൂരിലും CPM വിമതരെ പിന്താങ്ങാനുള്ള തീരുമാനത്തിനെതിരെ കടുത്ത എതിർപ്പ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പ്രകടിപ്പിച്ചിരുന്നു. തളിപ്പറമ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി KPCC അംഗം കൊയ്യം ജനാർദ്ദനൻ പത്രിക നൽകുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.